നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വെണ്ടക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇപ്പോൾ വെണ്ടക്കായയുടെ സീസണാണല്ലോ. അപ്പോൾ വെണ്ടക്കായ കൊണ്ട് നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം. ആ കറി എന്ന് വെച്ചാൽ ചോറിന് ഉപയോഗിക്കാം, കഞ്ഞിക്ക് ഉപയോഗിക്കാം, ചപ്പാത്തിക്ക് ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ കറിയാണ് കേട്ടോ. ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ നമ്മുടെ വെണ്ടക്കായ കേട്ടോ. ഇപ്പോൾ ഇഷ്ടംപോലെ വെണ്ടക്കായ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കിന്ന് കുറച്ച് വെണ്ടക്കായ എടുത്തിട്ട് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വെണ്ടക്കായയിലേക്കുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്: ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇത്തിരി സാധനങ്ങൾ തയ്യാറാക്കി വെച്ചൊക്കെയാണ് നമുക്ക് ഈ വെണ്ടക്കായ അരിയാട്ടോ. കുറച്ച് നമുക്ക് അത് ചെറുതായിട്ട് മുറുക്കി വയ്ക്കാം. ഇത് മുഴുവൻ അരിഞ്ഞു കേട്ടോ. വെണ്ടക്കായ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാൻ നോക്കാം കേട്ടോ. ഇവിടെ ഇരിക്കട്ടെ. പാൻ വെച്ചു അടുപ്പത്ത്. വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക്. ആദ്യം തന്നെ ഈ വെണ്ടക്കായ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് വെണ്ടക്കായ ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ വെണ്ടക്കായ ഒന്ന് വഴന്ന് കിട്ടണം, അതാണ് വേണ്ടത്. വഴന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ വെണ്ടക്കായ വഴുവഴുപ്പ് പോയി കിട്ടും. വെണ്ടക്കായയുടെ വഴുവഴുപ്പ് പോയി കിട്ടും. ഇതിങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആദ്യം പച്ചമുളക് കീറി വയ്ക്കാം. അങ്ങനെ ഓരോന്നായിട്ട് ഇളക്കണോടൊപ്പം തന്നെ ചെയ്താൽ സമയം വേറെ വേറെ പോവില്ല. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും റെഡിയാക്കി വെച്ചു. ഇനി ഒന്നുകൂടി ഇളക്കാം. ഒന്നുകൂടി ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. ഇപ്പോൾ ഒരു സവാളയുടെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇതാ വെച്ചു. ഇനി മറ്റേ കഷ്ണം കൂടി നമുക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഒന്നും കൂടി ഇളക്കട്ടെ. ഇളക്കി വീണ്ടും മറ്റേ പീസും കൂടി നമുക്ക് ഇതുപോലെ അരിഞ്ഞ് ചെറുതാക്കിയിട്ട് അങ്ങോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ച് വയ്ക്കാം. ഈ കട്ടിംഗ് ബോർഡിന്മേൽ വെച്ചിട്ട് ഇഞ്ചി നന്നായിട്ടൊന്ന് ചതച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഈ നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. അതാണ് അടുത്ത പരിപാടി. വെണ്ടക്കായ വഴന്ന് വന്നു, അത് പകർത്തി വെച്ചു. കണ്ടോ, ഇത്രയുണ്ട് വെണ്ടക്കായ. കുറവായി അല്ലേ? കുറേ ഉണ്ടായിരുന്നു. ഇനി കുറച്ച് വെളിച്ചെണ്ണ കൂടി വെച്ചിട്ട് ആദ്യം ഇഞ്ചി ഇട്ടു. ഒന്ന് ഇളക്കാം. ഇനി ഓരോന്നായിട്ട് എല്ലാതും ഇടാം കേട്ടോ. പച്ചമുളക് ഇട്ടു, സവാള ഇടാം, പിന്നെ കറിവേപ്പില ഇടാം. എല്ലാം ഇട്ടിട്ട് ഇതിനെ ഒന്ന് വഴറ്റാം. അപ്പോൾ സവാള വേഗം വഴന്ന് കിട്ടാനായിട്ട് നമുക്കിത്തിരി ഉപ്പ് പൊടി ഇടാം കേട്ടോ. അപ്പോൾ സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒരു 5 മിനിറ്റൊക്കെ ഞാൻ വഴറ്റിയപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ചെറുതായിട്ട് ഒരു തക്കാളി ചെറുതായിട്ട് കനം കുറച്ച് കീറിയിട്ടു. ഇപ്പോൾ തക്കാളിയും സവാളയൊക്കെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒന്ന് ഇളക്കാം. മഞ്ഞൾപ്പൊടി എല്ലായിടത്തും നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തു. മുളക് പൊടി 1 സ്പൂൺ ഇട്ടു. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ടു. ഇനി ഇത്തിരി മസാലപ്പൊടിയും കൂടി ഇടണം കേട്ടോ. നമുക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം.
ഇപ്പോൾ എല്ലാ പൊടികളും നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്, മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെണ്ടക്കായ വഴറ്റി വച്ചേക്കണത് ഇട്ടു നന്നായിട്ട് ഇളക്കുക. ഇനിയിപ്പോൾ ഈ എല്ലാ മസാലയും ഈ വെണ്ടക്കായമേയും കൂടി പിടിക്കട്ടെ. നന്നായിട്ട് ഇളക്കുക. കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പ് വെണ്ടക്കായയിൽ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടു. വീണ്ടും ഇളക്കുക. ഇപ്പോൾ ഇളക്കലൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഇനി നാളികേരം പാൽ ഒഴിക്കാം കേട്ടോ. സെക്കൻഡ് പാലാണ്. ഫസ്റ്റ് പാൽ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ, തെമ്പാൽ. ഇത് സെക്കൻഡ് പാലാണ്. ഇത് ഞാൻ അരിച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം. നമ്മളിപ്പോൾ സെക്കൻഡ് പാൽ ഒഴിച്ചു കേട്ടോ. ഫുൾ ഒഴിച്ചു. ഇനി ഇതിത്തിരി വെള്ളമൊക്കെ ചേർത്ത് അടിച്ച പാലല്ലേ, അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ബെസ്റ്റായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ തിളച്ചു കേട്ടോ. നന്നായിട്ട് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടോയെന്നൊക്കെ നോക്കണം, ആവശ്യമുണ്ടെങ്കിൽ ചേർക്കണം. ഇത് ഫസ്റ്റ് പാൽ. വെള്ളമൊക്കെ പാകത്തിനാണ് കേട്ടോ. അവസാനിപ്പിക്കാറേ പണി കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഓഫാക്കി. അടിപൊളി വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ. ഇതിൽ കുറച്ച് ഉള്ളി മൂപ്പിക്കണം. ഒരു 5-6 ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. പാനടപ്പത്ത് വെച്ചു. ഇതാണ് ഉള്ളി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഉള്ളി ഇട്ടു. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ മൂത്തിട്ടുണ്ടായിരിക്കും. അപ്പോഴേക്കും നമുക്കതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഒരു കറിവേപ്പിലയും കൂടി ഇടാം. നന്നായിട്ട് ഇളക്കി. ഇതൊരുവിധം കളറായിട്ടുണ്ട് കേട്ടോ. ഒരിത്തിരി, അതായത് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊന്ന് മൊരിയുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചാൽ കറിക്ക് നല്ല രസമുണ്ടായിരിക്കും, ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വെണ്ടക്കായ കറി റെഡി ആയിട്ടോ. ഇത്രയേ ഉള്ളൂ. ഒന്ന് ഇളക്കുക, ഒഴിക്കുക, വാങ്ങി വയ്ക്കുക. കണ്ടോ, അടിപൊളിയാണ്. ബെസ്റ്റാ. നല്ല മസാലക്കറിയുടെ ടേസ്റ്റാട്ടോ. സൂപ്പർ. ചോറിനും ഒക്കെ ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.